നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ സമയത്ത് ധാരാളം ആൾക്കാർ ഈ ഡിപ്രഷനിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാൻ കാരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ആദ്യം ഒന്ന് പറയാം. പ്രധാനമായും വിഷാദ രോഗത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അകാരണമായിട്ടുള്ള ക്ഷീണം, ഭയങ്കര ക്ഷീണം, ദുഃഖം. ഒരു ദുഃഖം എന്ന് പറയുന്നത് സാധാരണ ദുഃഖമല്ല, ഒരു 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള കഠിനമായ ദുഃഖം. അതാണ് വിഷാദ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നെന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്നത് ഒരു ഉന്മേഷമില്ലായ്മ, ഒരു ഊർജ്ജസ്വലതയില്ലായ്മ, ഒരു കാര്യങ്ങളും ഒരു ഉന്മേഷത്തോട് ഊർജ്ജസ്വലതയോട് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് തൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ വരിക. പിന്നെ സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പലതരത്തിലുള്ള ജോലികൾ അതൊന്നും കൃത്യമായി ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥ. അതായത് തന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തിച്ചേരുക. താൻ ജീവിതത്തിലെ വലിയൊരു പരാജയമാണ് എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ വലിയൊരു ഭാരം, നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്തായിട്ട് വലിയൊരു ഭാരം, വലിയൊരു കല്ല് കയറ്റി വെച്ചിരിക്കുന്നത് പോലെ ഉള്ളൊരു ഫീലിങ്സിലേക്ക് വരിക. എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആത്മഹത്യാ പ്രവണത, അതായത് തന്നെ ഒന്നിനും ഈ കൊള്ളില്ല, താൻ ഭൂമിക്കൊരു ഭാരമാണ്, നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ഭാരമാണ്, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഇനി പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇതൊക്കെ നിരന്തരമായി ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ പറ്റിയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആ വ്യക്തി അതിങ്ങനെ പറഞ്ഞൊരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ഈവൻ സൂയിസൈഡ് ചെയ്യാൻ വരെയുള്ള ആ ഒരു പ്രവണതയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിഷാദരോഗത്തിലുള്ള വ്യക്തിയുടെ അടുത്ത പ്രശ്നമാണ് ഉറക്കക്കുറവെന്ന് പറയുന്നത്. അവർ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഒട്ടും ഉറങ്ങാത്തൊരവസ്ഥയാണ്. ഇനി ഉറങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ ഉറങ്ങിക്കളയും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഫുഡാണെങ്കിലും അതേപോലെ തന്നെയാണ്. ഫുഡ് ഇപ്പം ഒന്നിൽ വിശപ്പില്ലായ്മ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും. ഫുഡ് ഇനി കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള, അതായത് കൂടുതൽ ഫുഡ്, എത്ര കഴിച്ചാലും മതി വരാത്ത രീതിയിൽ ഫുഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞാൽ ഒരു ക്ഷീണം, അകാരണമായൊരു ക്ഷീണം ഇവരെ എപ്പോഴും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവർക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും. ഓക്കെ, ഇനിയും എന്തുകൊണ്ടാണ് ഈ വിഷാദ രോഗം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലച്ചോറിലുണ്ടാവുന്നതായിട്ടുള്ള ചില ഹോർമോണുകളുടെ വ്യതിയാനമാണ്. ഇപ്പോൾ നമുക്ക് പറഞ്ഞ സെറോട്ടോണിൻ, ഡോപ്പാമിൻ, നോറെപ്പിനോഫ്രിൻ ഒക്കെ പറയുന്ന പലതരത്തിലുള്ള രാസവസ്തുക്കളുടെ വ്യതിയാനം മൂലം ഈ പറയുന്ന വിഷാദരോഗത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചെറുപ്രായത്തിലുണ്ടായിട്ടുള്ള ചില വേദനാജനകമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചിലപ്പോൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ വെച്ചുണ്ടായതാവാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാവാം. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ധാരാളം കുട്ടികൾക്ക് ബുള്ളിങ് നമുക്കറിയാം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ അവരെ പിൽക്കാലത്ത് അവർക്ക് വിഷാദ രോഗത്തിലേക്ക് ചിലപ്പം നയിച്ചെന്ന് വരാം. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ മുതിർന്ന ആൾക്കാരിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ എന്തെങ്കിലും ഒരു ജോലി നഷ്ടപ്പെടുകയോ, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ എന്തെങ്കിലും വലിയൊരു ഫെയിലിയർ വരികയോ, അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയോ, ഇങ്ങനെ വരുന്ന സമയത്തും ഈ പറയുന്ന രീതിയിലുള്ള വിഷാദ രോഗത്തിലേക്ക് നയിക്കാൻ ഒരു കാരണമായിട്ട് സംഭവിച്ചേക്കാം. ഈ സാമൂഹികപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ചില പിന്നെ അതില്ല കോവിഡ് വന്ന സമയത്ത്, അപ്പോൾ അത് ഇപ്പോഴത്തെ അങ്ങനെ ഒരു പാൻഡമിക് വന്ന സമയത്ത് ധാരാളം ആൾക്കാർ ഒരു സോഷ്യലി ഐസൊലേറ്റഡ് ആയിപ്പോയി. അവർക്ക് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വെളിയിലൊക്കെ ഇറങ്ങി കളിക്കുകയും അങ്ങനെയൊക്കെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികളെയൊക്കെ അവർക്ക് വെളിയിൽ പോയി മിണ്ടാനും കൂടെ പോയി കാണാനോ അല്ലെങ്കിൽ സഞ്ചരിക്കാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് കുറേയധികം ആൾക്കാരും ഉൾവലിഞ്ഞു പോയി. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ആൾക്കാരിലേക്ക് ഈ പറയുന്ന വിഷാദ രോഗം കൂടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കൃത്യമായ രീതിയിൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനിയും അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ വീട്ടിലുണ്ടാകുന്ന കുടുംബ വഴക്കുകൾ. അത് വലിയൊരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ വീട്ടിൽ നിരന്തരമായിട്ടുള്ള ബഹളം, പ്രശ്നങ്ങൾ, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ല പേരൻസും കുട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കുടുംബ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നത്തിലേക്ക് നയിക്കാനുള്ള കാരണമാണ്. പിന്നീടൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ
പ്രേമനൈരാശ്യം, ചില വ്യക്തികൾക്കുണ്ടാകുന്ന ബന്ധങ്ങളുണ്ടാകുന്ന ചില വിള്ളലുകൾ, അങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഈ വ്യക്തികളൊക്കെ ഒരു വിഷാദഭാവത്തിലേക്ക്, വിഷാദ രോഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് അമിതമായിട്ട് കൂടി വരുന്ന സമയത്ത് ഇതേപോലുള്ള വിഷാദ രോഗത്തിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ലഹരി വസ്തുക്കളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. സാധാരണ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് മദ്യത്തെയും മയക്കുമരുന്നിനെയും തേടാറുണ്ട്. പക്ഷേ ആ മദ്യത്തെയും മയക്കുമരുന്നിനെയും ചെറിയ രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങിയാൽ രാത്രി ഒന്ന് ഉറങ്ങാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഈ മദ്യത്തെ തേടുന്നത്. പക്ഷെ അങ്ങനെ ആ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് വഴി അവർ പൂർണ്ണമായും അതിലേക്ക് അഡിക്റ്റായി പോവുകയും ഒരിക്കലും ഒരിക്കലും അതിൽ നിന്ന് പിന്മാറി വരാനായിട്ട് തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് അതൊന്നും ഇതിൻ്റെ ഒരു പരിഹാരമല്ല. ഇതൊക്കെ താൽക്കാലികമായ ചെറിയ സുഖം കിട്ടുക മാത്രമേ ഈ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ വ്യക്തിയെ ഒന്ന് സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. ആ വ്യക്തിയെ അടുത്ത് ചെന്നിട്ട്, കാരണം അവർ ഇങ്ങോട്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, കാരണം അവർക്ക് തൊട്ടടുത്തിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ പോലും എടുത്ത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ രാവിലെ എണീച്ച് പല്ല് പോലും തേക്കാതെ അവരിയ്ക്കും. ദിവസം ഒരു 12-1 മണി വരെ കിടന്നങ്ങ് ഉറങ്ങിയെന്നിരിക്കും. ആഹാരം പോലും ചിലപ്പോൾ വേണ്ടാന്ന് വെക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ കെയറിങ് വളരെ അത്യാവശ്യമാണ് ഈ കാര്യത്തിൽ. അപ്പം അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ മോനെ സമാധാനമായിട്ടിരിക്കുക, അല്ലെ മോളെ നീ സമാധാനമായിട്ടിരിക്കുക, പ്രശ്നങ്ങളൊക്കെ മാറും, ഞങ്ങളൊക്കെ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിത് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആളെ ഒന്ന് സമാധാനിപ്പിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ മറ്റുള്ള കൂട്ടുകാരെ, നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ, അവരോടൊക്കെ ഒന്ന് പറയുക, ഒന്ന് വിളിക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് വിളിച്ച് ആളെ ഒന്ന് സമാധാനിപ്പിക്കുക. ഒരു സോഷ്യലി കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു ഇൻട്രാക്ഷൻ വർദ്ധിപ്പിച്ചെടുക്കുക. പിന്നെ പ്രധാനമായിട്ടുള്ളത് ആളെ വീട്ടിലെങ്ങനെ ഇരുത്താതെ എന്തെങ്കിലും വെളിയിലേക്കൊരു ഉല്ലാസ യാത്രയോ എവിടെയെങ്കിലും ഒരുമിച്ച് നിങ്ങളൊന്ന് കറങ്ങാൻ പോവുകയോ എവിടെയെങ്കിലും നല്ല സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനോ ശ്രമിക്കുക. വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, വല്ലപ്പോഴും വെളിയിൽ പോയി ആഹാരം കഴിക്കുക. അങ്ങനെ അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും നല്ല നല്ല ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, നല്ലൊരു സിനിമ കാണാൻ പോവുക. അങ്ങനെ പ്ലഷർ, ഒരു സന്തോഷം തരുന്ന, അവർക്ക് നല്ലൊരു സമാധാനം ലഭിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഈ സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മനസ്സ് വളരെയധികം വിങ്ങിപ്പൊട്ടി ഇരിക്കുകയാണല്ലോ. ചിലപ്പോൾ ഇവർക്ക് എല്ലാ കാര്യങ്ങളും പേരൻസിനോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് തുറന്നു പറയാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ള വിഷമതകൾ തുറന്നു പറയുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള മൈൻഡ് റിലാക്സേഷൻ തെറാപ്പി, അങ്ങനെയുള്ള പല നല്ല നല്ല തെറാപ്പികൾ അവൈലബിളാണ്. ഇപ്പോൾ ആൻറ്റി ഡിപ്രസൻറ്റ് ടാബ്ലറ്റ്സ് അവൈലബിളാണ്. അപ്പോൾ മരുന്നിൻ്റെയും തെറാപ്പിയുടെയും പിൻബലത്തോടു കൂടി, സഹായത്തോടു കൂടി, കോമ്പിനേഷനോടു കൂടി അവരെ നല്ല രീതിയിലൊരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. പിന്നെ അവരെ നല്ല രീതിയിൽ ഉറങ്ങാനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക, സുഖകരമായിട്ട് ഉറങ്ങാനായിട്ട് ഉള്ളൊരു സാഹചര്യം അവർക്ക് കൊടുക്കുക. വീട്ടിലെ കുടുംബത്തിലെ ആൾക്കാർ അറിയേണ്ടത് അങ്ങനെ വഴക്കോ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് കുറച്ച് ദിവസമെങ്കിലും ഒന്ന് മാറ്റി വെക്കാനായിട്ട്, കുറച്ച് ദിവസത്തേക്കല്ല എന്നത്തേക്കായി മാറ്റുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നാളൊന്ന് ബെറ്റർ ആവുന്ന വരെയെങ്കിലും നിങ്ങളൊന്ന് അതൊന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യുന്ന ഇദ്ദേഹത്തെ രാവിലെ എണ്ണിപ്പിച്ച് ഒരു അരമണിക്കൂർ വെളിയിൽ കൊണ്ടുപോയി വെയിലൊക്കെ ഒന്ന് കൊള്ളിപ്പിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം ഈ പറഞ്ഞ ഒരു 7 തൊട്ട് 9 വരെയുള്ള സമയത്ത് വെളിയിലിറങ്ങി നല്ല രീതിയിൽ ആകാശത്തുനിന്ന് ഒരു മെഡിറ്റേഷൻ, ആ സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. 7 മുതൽ 9 വരെയുള്ള സമയത്ത് കുറച്ച് സമയം ആകാശത്തേക്ക് നോക്കിയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. വെറുതെ ബ്രീത്ത് ഔട്ട് ചെയ്താൽ തന്നെ, ഡീപ്പ് ബ്രീത്ത് ഔട്ട് ചെയ്താൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ അതിൽ നിന്നുണ്ടാകും. കാരണം നല്ല ഊർജ്ജം റിസീവ് ചെയ്യുന്ന സമയത്ത് നല്ല ആരോഗ്യത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മദ്യപാനത്തിൻ്റെ എന്തെങ്കിലും ഒരു ശീലം ആ വ്യക്തിയിലുണ്ടെങ്കിൽ പരിപൂർണമായും അത് നിർത്താൻ വേണ്ട സാഹചര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ കുറ്റപ്പെടുത്തുന്ന സംഭവങ്ങൾ, ഒറ്റപ്പെടുത്തുന്ന ആ ഒരു രീതികൾ പരിപൂർണമായും ഒഴിവാക്കുക. എന്തെങ്കിലും യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ അതേപോലെ തന്നെ വീട്ടിലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ആ വ്യക്തിക്ക് ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഏത് സംഭവങ്ങളാണോ ഫെയിലർ ആയത് അത് സക്സസ്ഫുൾ ആക്കി എടുക്കാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്, അതിന് നിങ്ങളുടെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ ഒരു സഹകരണം ആവശ്യമാണ്. അതിനെ എങ്ങനെ സക്സസ്ഫുൾ ആക്കി വിജയകരമാക്കി എടുക്കാം എന്നുള്ളത് കൂട്ടായ ഒരു ചർച്ചയിൽ കൂടി പരിഹരിച്ചെടുക്കാൻ
സാധിച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു തിരിച്ചൊരു വരുമാനത്തിലേക്ക് നല്ലൊരു വരുമാനം ഏൺ ചെയ്യാനും അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് തിരിച്ച് ആ പഴയ ആ ഒരു സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിപൂർണമായും അദ്ദേഹത്തെ നല്ല രീതിയിൽ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ഉറപ്പായും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടാണ് ഈ അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ എന്താ പറയുക എക്സസൈസോ ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഈ മരുന്ന് അല്ലെങ്കിൽ തെറാപ്പി കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് നല്ലൊരു പോസിറ്റീവായ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന അതിനെ തുടർച്ചയെന്നുള്ള രീതിയിൽ ഈ പറയുന്ന മെഡിറ്റേഷനും കാര്യങ്ങളൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പരിപൂർണമായും നമുക്ക് മാറ്റിയെടുത്ത് ഡിപ്രഷൻ പരിപൂർണമായും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങളൊരു കാരണവശാലും ഡിപ്രഷൻ വന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് താൽക്കാലികമായൊരവസ്ഥ മാത്രമാണ്. ഈ അവസ്ഥ മാറാൻ അധികം സമയമൊന്നും വേണ്ട. അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സഹായങ്ങളും ഈ സമൂഹത്തിൽ അവൈലബിൾ ആണ്. നിങ്ങളത് ആ സഹായങ്ങൾ തേടുക മാത്രം ചെയ്താൽ മതി. നിങ്ങളതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഫുൾ സപ്പോർട്ട് ഈ കാര്യത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഓക്കെ, ഇത് പരിപൂർണമായും ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കും.